ഹലോ, ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. ഒരു പുരുഷനെ കാണുന്ന മാത്രമേ തന്നെ എന്താണ് സ്ത്രീകളെ അവരിലേക്ക് ആകർഷിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കുള്ള മറുപടി ഇതായിരിക്കാം. ചിലപ്പോൾ അവളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഫിഗർ അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഹൈറ്റ്, ചിലർക്ക് താടിയായിരിക്കും, പല കാരണങ്ങളായിരിക്കും പലർക്കും പറയാനുണ്ടായിരിക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക സ്ത്രീകളും എന്താ പറയുക പുറമോടി മാത്രം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരിലെ സ്വാധീനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നതും. അപ്പോൾ ഇപ്പോൾ സ്ത്രീകൾ എപ്പോഴും തന്നെ സമാധാനപൂർണ്ണവും അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു ബന്ധത്തെയായിരിക്കും എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഈ 5 തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, അതായത് പുരുഷന്മാരിൽ പെട്ടെന്ന് ആകർഷണം തോന്നുന്നത് അല്ലെങ്കിൽ അവരിലേക്ക് പെട്ടെന്ന് അടുപ്പിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒരു 5 കാരണങ്ങൾ, ഒരുപാടൊന്നുമില്ല, ഒരു 5 കാരണങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് കേട്ടോ. സ്ത്രീകളോട് കരുണയും അനുകമ്പയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവർ, അതുപോലെ തന്നെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ടും അതിലൊരു ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാക്കുന്ന സ്ത്രീകൾ വളരെയേറെ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഇത്തരത്തിലുള്ള പുരുഷന്മാർക്ക് സാധിക്കുന്നതാണ്. അത് ബന്ധങ്ങളിലായിക്കോട്ടെ, ബന്ധങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ അവരുടെ ബന്ധത്തെ ദൃഢതയുള്ളതാക്കും എന്ന് ഒരു ചിന്തയോട് കൂടിയിട്ട് സ്ത്രീകൾ ഇവരിലേക്ക് പെട്ടെന്ന് അടുക്കും. അതും എന്താ വലിപ്പ ചെറുപ്പമില്ലാതെ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാതെ തന്നെ മാന്യതയോടുകൂടിയും അതുപോലെ തന്നെ നല്ല വ്യക്തിത്വത്തോടു കൂടിയും ബഹുമാനത്തോടും കൂടിയായിരിക്കും ഇവർ മറ്റുള്ളവരിലേക്ക് പെരുമാറുന്നതും അവർക്ക് നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഇവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട്. ഉണ്ടാകുന്നൊരു പ്രത്യേക കഴിവാണ് സംസാരിക്കാനുള്ളൊരു കഴിവ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ മനോഹരമായിട്ടായിരിക്കും അവർ ആ സംസാരത്തിലൂടെ അവരെ പിടിച്ചിരുത്തുന്നത്. അതുപോലെ തന്നെ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ ഒരാളുടെ സാഹചര്യം അറിഞ്ഞ് ചിലപ്പോൾ അവർ ഏത് സാഹചര്യത്തിലും ഇരിക്കുന്ന ടൈം അവരുടെ മനസ്സ് ചിലപ്പോൾ സംസാരിക്കാനുള്ളൊരു ഇതിലായിരിക്കില്ല. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് സംസാരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക്, അതുപോലെ ചിലപ്പോൾ ചിലർ സംസാരിക്കും വളരെ പരിഹാസം, മറ്റുള്ളവരെ കളിയാക്കിയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ, ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കി സംസാരിക്കുന്ന സംസാരശേഷിയുള്ളവരിലേക്ക് നമുക്ക് കേട്ടിരിക്കാം. ചിലർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കത് എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സംസാരിക്കാനൊരു ഇതില്ലാത്തൊരു ടൈമാണെങ്കിൽ കൂടെ അവരുടെ സംസാര രീതി കൊണ്ട് നമുക്ക് അവരെ കേട്ടിരിക്കാനുള്ളൊരു ഇഷ്ടം തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന തരത്തിലുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ ഒട്ടും തന്നെ ആകർഷിക്കപ്പെടുന്നില്ല. എന്നാൽ ഒരാളുടെ മനസ്സ് മനസ്സിലാക്കി സംസാരിക്കുന്നവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുകയും ചെയ്യും. ഏതൊരു സ്ത്രീയുടെയും ഒരു സ്വപ്ന പുരുഷൻ തന്നെയാണ്. അവർക്കൊരു പ്രശ്നം വരുന്ന ടൈമിൽ ആ ഒരു പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് തോളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് അവർക്കപ്പോൾ ഒരു ഉറച്ചൊരു വിശ്വാസം വരുന്നതാണ്. ഇവരെ ഒരു പ്രതിസന്ധിയിലും തന്നെ തള്ളിക്കളയില്ല, തന്നെ കൂട്ടത്തിൽ തന്നോടൊപ്പം ചേർന്ന് എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു കൂട്ടായിട്ട് ഒരു ആത്മവിശ്വാസം പകർന്നുകൊണ്ട് നിൽക്കുമെന്നുള്ളത്. അപ്പോൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുന്ന ഒരു പുരുഷനെ സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യും. അതായത് പ്രതിസന്ധി വരുന്ന സമയത്ത് അത് തളർന്നു പോവാതിരിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുക. ഇത്തരത്തിലുള്ള പുരുഷന്മാരെയും സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ്. ഈ ഹ്യൂമർ സെൻസൊക്കെയുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഭയങ്കര ടെൻസ്ഡൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം വ്യക്തികളോടൊക്കെ സംസാരിക്കുന്നത് എങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കുറച്ച് സമയത്തേക്ക് എങ്കിൽ പോലും നമുക്കൊരു മൈൻഡ് റിലാക്സ് ആവാനായിട്ടുള്ള ദിവസം. പിന്നെ ഇവർ ഏത് ക്രൗഡിൽ നിൽക്കുകയാണ് എങ്കിൽ പോലും ഇവരായിരിക്കും അവിടുത്തെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവരെ ചുറ്റിപ്പറ്റിയായിരിക്കും ആ ഒരു എന്താ പറയുന്ന ആ ഒരു സദസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ മാക്സിമം നമ്മളെ റിലാക്സ് ആക്കാനായിട്ട് നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ മൈൻഡൊന്ന് റിലാക്സ് ആക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുപോലെ ഹ്യൂമർ സെൻസുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ്. അവർ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറി പറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഹ്യൂമർ സെൻസുള്ള പുരുഷന്മാരെയൊക്കെ സ്ത്രീകൾ അവരെപ്പോഴും ചിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ. അപ്പോൾ ചിരിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരാരുള്ള ഇല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. ചിരിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, തമാശ കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതായത് മസിൽ പിടിച്ച് ഇങ്ങനെ എന്താ പറയുക, ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ ചിരിക്കില്ല, അല്ലെങ്കിൽ തമാശ പറയില്ല, തമാശ ആസ്വദിക്കില്ല എന്ന് പറയുന്നവരിലേക്ക്
അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. പക്ഷെ കൂടുതലും സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ ഹ്യൂമർ സെൻസുള്ള പുരുഷന്മാരാണ്. എന്നാലും വെച്ചാൽ ചളി പറയുന്ന പുരുഷന്മാരെയല്ല കേട്ടോ, അല്ലാത്ത ഉള്ള പുരുഷന്മാരിലേക്കായിരിക്കും സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നത്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെ അടക്കി ഭരിക്കുന്ന ഒരു രീതിയായിരുന്നു പിന്തുടർന്നു പോകുന്നത്. സ്ത്രീകളെ എപ്പോഴും പുരുഷന് താഴെയാണ്, എപ്പോഴും അവർ പറയുന്നത് അനുസരിച്ച് കൊള്ളണം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമോ ഒന്നുമില്ലായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു കൺസെപ്റ്റൊക്കെ മാറിയിട്ട് സ്ത്രീ തുല്യത എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് എത്തിയിട്ടുണ്ട് ഒരു പരിധിവരെ. അപ്പോൾ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഒരിക്കലും അവരെ അടക്കി ഭരിക്കുന്നവരെ ഒരിക്കലും ഇഷ്ടമല്ല. വെച്ചാൽ അവർക്കുമുണ്ട് അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി, അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ്, അവർക്ക് ലക്ഷ്യങ്ങളുണ്ടാവും. ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു എന്താ പറയുക, അവരതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിനൊക്കെ വെച്ചാൽ തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുക, അവരെ പൂർണ്ണ സപ്പോർട്ട് നൽകുന്ന പുരുഷന്മാരെ ആയിരിക്കും സ്ത്രീകൾക്ക് ഇഷ്ടം. അല്ലാതെ അടക്കി ഭരിക്കുന്ന പുരുഷന്മാരെ ഒരിക്കലും ഒരു സ്ത്രീക്കും മൈൻഡ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിപ്പോൾ ഏതൊരു തരത്തിലുള്ള റിലേഷൻ ആണെങ്കിൽ കൂടിയും ഒരിക്കലും ഇതുപോലെ അടക്കി ഭരിക്കുന്ന പുരുഷനൊന്നും പുരുഷത്വം പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയുമെങ്കിൽ അതൊന്നും ഇന്നത്തെ കാലത്ത് അത്ര നടപ്പിലാവുന്നു. ഇപ്പോൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അവർക്ക് അവർ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് ജോലി ചെയ്ത് സമ്പാദിക്കുന്നു. അപ്പോൾ അവരും വീട്ടിലെ കാര്യങ്ങൾ തുല്യം ഭർത്താവിനൊപ്പം നിന്ന് തന്നെ ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അടക്കി ഭരിക്കൽ ആഗ്രഹിക്കില്ല. സന്തോഷത്തെയും സമാധാനത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിതത്തിന്, അതിപ്പോൾ ഏതൊരു തരത്തിലുള്ള റിലേഷൻ ആണെങ്കിൽ കൂട്ടെ, അല്ലെങ്കിൽ ഫാമിലി റിലേഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് തുല്യത മാത്രമാണ്. സ്ത്രീകൾ ഒരിക്കലും കരുണ മാത്രമല്ല ആഗ്രഹിക്കുന്നത്, അവർ തുല്യത കൂടിയിട്ടാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യത്തിനും തുല്യതയോട് കൂടിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്ന, അവരുടെ വ്യക്തിത്വത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ്. ഇത്തരം പുരുഷന്മാരിലേക്ക് പെട്ടെന്ന് തന്നെ സ്ത്രീകൾ അടുക്കുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.